ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ നടയടയ്ക്കും വരെ 73,946 തീർത്ഥാടകർ 18-ാം പടി കയറി. ഇന്ന് രാവിലെ 6 മണി വരെ 15,012 തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെയും ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിലെയും കനത്ത മഴ തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനം. CB അനുമോദ, കഴിഞ്ഞ 3 ദിവസമായി 80,000-ന് മുകളിലായിരുന്നു ഇന്നലെ ഒഴിച്ചാൽ തീർത്ഥാടകരുടെ ഒരു വരവ്. കാരണം ഈ വീക്കെൻഡ് ആകുമ്പോൾ ആള് കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, നമുക്കറിയാം അവിടെ ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ വലിയ ഭീഷണിയുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റും വലിയ മുന്നറിയിപ്പുകളുണ്ട്. സ്വാഭാവികമായും അവരിൽ പലരും നിശ്ചയിച്ച യാത്രയൊക്കെ മാറ്റിവെച്ച് കാണും. അപ്പോൾ വരും ആഴ്ചകളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കാം അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ശരിയായ നിരീക്ഷണമാണ് രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും അധികം ക്യാൻസലേഷൻ വന്ന ഒരു ദിവസമാണ് ഇന്നലെ. 8,000-ലധികം പേര് ഈ ക്യാൻസലേഷൻ നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ശബരിമല സന്നിധാനത്തും ഇന്നലെ രാത്രി മുതൽ ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ മുഴുവൻ സമയവും യാത്ര ചെയ്യാതെ മഴ പെയ്യുന്ന സമയത്ത് വിശ്രമിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തേക്കുള്ള അയ്യപ്പന്മാരുടെ കടന്നുവരവിൽ അല്ലെങ്കിൽ 18-ാം പടി കയറുന്നതിൽ വലിയ ഒരു കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണുന്ന കാഴ്ച, ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവരൊക്കെ രാവിലെയോടെയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവർബ്രിഡ്ജ് പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ നിയന്ത്രണ വിധേയമാണ്. നടപ്പന്തലിനപ്പുറത്തേക്ക് വലിയ ക്യൂ ഉള്ള സാഹചര്യമല്ല. എവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പമ്പയിലും തീർത്ഥാടകരുടെ വരവിൽ ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉണ്ടായ ചുഴലിക്കാറ്റിൻ്റെ അതിനെ തുടർന്നാണ് പലരും യാത്ര റദ്ദാക്കിയത് എന്ന് വേണം കരുതുവാൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷവും ഇതുപോലെ കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തീർത്ഥാടകർ യാത്ര റദ്ദാക്കുകയും പിന്നീട് അവർ ഒന്നിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ അത് തിരക്ക് നിയന്ത്രണത്തിന് അതീതമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് വേണം കരുതുവാൻ. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം, മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കോടമഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ചാറ്റൽ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ ആളുകൾക്ക് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്ന് തിരക്കും ഇതേ അവസ്ഥയിൽ തന്നെ ആകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് രാവിലെ മുതലും നേരത്തെ ബുക്ക് ചെയ്തവരുടെ എണ്ണത്തിൽ ക്യാൻസലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാനാകുന്നത്. അപ്പോൾ കനത്ത മഴ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉണ്ടായിരിക്കുന്ന ചുഴലിക്കാറ്റും കനത്ത മഴയും ശബരിമല തീർത്ഥാടനത്തെയും നിലവിലെ സാഹചര്യത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാൻ. അത്തരത്തിൽ തന്നെയാണ് രാവിലെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരക്ക് നിയന്ത്രണ വിധേയമാണിപ്പോൾ. മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കനത്ത കോടമഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്തുവാൻ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. അനുമോദൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. വരുമാനം കൂടിയ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒപ്പം മറ്റൊരു പ്രശംസനീയമായ കാര്യം, ഇത്തവണ പരാതികളൊന്നുമില്ലാതെ ഒരു തീർത്ഥാടന കാലം ഇതുവരെ എന്നുള്ളതാണ്. സാധാരണ വലിയ തോതിൽ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവുമൊക്കെ നമുക്കറിയാം ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ പോലീസുകാരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് 18-ാം പടിയിലൊക്കെ കുറച്ചുകൂടി പരിശീലനം കിട്ടിയ, ശ്രദ്ധിച്ച, അനുഭവസ്ഥരായ പോലീസുകാരെ നിർത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. പൊതുവെ ഒരു സുഗമമായ ഒരു മണ്ഡലകാലം എന്ന് ഇതുവരെയുള്ള അനുമോദന്റെ അനുഭവത്തിൽ വിശേഷിപ്പിക്കാം അല്ലേ? തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാനാകുന്നത്, തിരക്ക് ഉണ്ടെങ്കിൽ പോലും, അതായത് 80,000 എന്നതൊക്കെ സാധാരണ ശബരിമലയിൽ എത്തുന്ന ഒരു ശരാശരി കണക്കാണ്. അത്ര പേരെത്തുമ്പോഴും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്തി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പോലീസിന്റെ സേവനം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 18-ാം പടിയിലെ പോലീസുകാരുടെ സേവനത്തെക്കുറിച്ചാണ്. 15 മിനിറ്റാണ് നിലവിൽ ഒരു ബാച്ചിന് അവിടെ ഒരു പ്രവർത്തന സമയമുള്ളത്. അത് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. മുൻപത് 20 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് 18-ാം പടിയിലേത്. കാരണം
നടന്ന് തളർന്നു വരുന്ന തീർത്ഥാടകരെ താരതമ്യേന ഉയരം കൂടിയ പടികളാണ് 18-ാം പടി ഉള്ളത്. അപ്പോൾ അവരെ വലിച്ചു കയറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഭാരമുള്ളവരെയൊക്കെ വലിച്ചു കയറ്റുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിൽ 15 മിനിറ്റ് തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവർ ക്ഷീണിതരാകും. സ്വാഭാവികമായിട്ടും അവരുടെ ഊർജം കുറയും. അപ്പോൾ മുമ്പ് 20 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ അവസാനത്തെ 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരാശരിയിലും താഴെ ആളുകളെ മാത്രമേ അവർക്ക് മുകളിലേക്ക് കയറ്റാൻ കഴിയുള്ളൂ. അതിന് പകരം 15 മിനിറ്റ് ആക്കിയതോടെ കൃത്യമായിട്ട് അവരുടെ നല്ല ഒരു തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നു. രണ്ടാമതായിട്ട് ഈ സ്പോട്ട് ബുക്കിങ്ങും അതേസമയം അതോടൊപ്പം തന്നെ നേരത്തെ വിർച്വൽ ക്യൂ ബുക്കിങ്ങും അതിലൊരു കൃത്യമായ കണക്ക് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സമയം എത്ര പേർ എത്തും, എത്ര പേർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാമാണ് ശരാശരി അവരെ നിയന്ത്രിക്കേണ്ടി വരിക, അത്തരത്തിലുള്ള കൃത്യമായ വിവരമുള്ളതുകൊണ്ട് അതിന് മുന്നൊരുക്കം നടത്താൻ കഴിയുന്നു. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടത് പലപ്പോഴും കോട്ടയത്ത് നിന്നും പമ്പയിലേക്ക് എത്താൻ തന്നെ 8 മണിക്കൂറിലേക്ക് സമയം എടുക്കുകയുണ്ടായി. പലപ്പോഴും ബസ്സുകളൊക്കെ അയ്യപ്പന്മാർക്ക് ഒരു തരത്തിലും സൗകര്യമില്ലാത്ത സ്ഥലത്തൊക്കെ പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ വാഹനം എവിടെയും പിടിച്ചിടുന്ന സാഹചര്യം വന്നിട്ടില്ല ഇതുവരേക്കും. അതിന്റെ കാരണം കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സമയം എത്ര തീർത്ഥാടകരെത്തും, അവരെ എവിടെയെല്ലാം നിയന്ത്രിക്കണം, എന്തെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാര്യത്തിലൊക്കെ ഈ ഒരു കൃത്യമായ കണക്കുകൾ ഉള്ളതുകൊണ്ട്, അതിൻ്റെ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് പോലീസിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൃത്യമായൊരു കോർഡിനേഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ശബരിമലയിലേക്ക് എത്തുന്നവരൊക്കെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് അത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ 5, 6, 8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവർക്ക് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ കാത്തു നിൽക്കുമ്പോഴും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ക്രമീകരണങ്ങളിൽ, ഈ ഒരുക്കങ്ങളിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നിലവിൽ ശബരിമലയിൽ എത്തുന്നവർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയം കാത്തു നിൽക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു സമയത്തുള്ള തിരക്ക്, അതുപോലെ ഇപ്പോൾ കാലാവസ്ഥ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കോടമഞ്ഞ് മൂടുകയാണ് ഈ ശബരിമലയുടെ ചുറ്റും. രാവിലെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ മഞ്ഞും മഴയും ഒക്കെ അത് മലകയറ്റത്തെയും മലയിറക്കത്തെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം ഈ തീർത്ഥാടനത്തിന്റെ ഈ ഓരോ സമയത്തെ തീർത്ഥാടകരെ ബാധിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്ത് എത്തുന്നവർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയും. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുവാൻ ചിലപ്പോൾ സാധാരണത്തിലും അധികം സമയമെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത അയ്യപ്പന്മാരൊക്കെ വരും ദിവസങ്ങളിൽ ഒന്നിച്ചെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ തിരക്ക് കുറയുന്നത് അടുത്ത ദിവസങ്ങളിൽ വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്നൊരു വിലയിരുത്തലാണ് നമുക്കുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും തിരക്കിന് അല്പം കുറവുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായ അനുമോദ് പറഞ്ഞത് ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള മഴയുടെ ഒരു ഭീതിയാണ്. അവിടെ ചുഴലിക്കാറ്റിന്റെയൊക്കെ പ്രശ്നമുണ്ട്. ഫിഞ്ചാൽ അവിടെ അത്തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ തോതിൽ അയ്യപ്പ ഭക്തന്മാർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ 8000-ന് മുകളിൽ ആളുകൾ ക്യാൻസലേഷൻ നടത്തിയിരുന്നു. അവർ കൂടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ 80,000 കടന്നേനെ ഈ കണക്ക് എന്നുള്ളതാണ്.